ഡെസ്കിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സുന്ദരി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഡെസ്കിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് ആളിപ്പോ മാറി നിൽക്കുക. എങ്ങോട്ടാ പോയെന്ന് അറിയാമോ? ആലപ്പുഴയിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരാളായിരുന്നു. ഇപ്പോ അനഘ ഹർഷൻ ഇങ്ങനെ സുന്ദരിയായിട്ട് തയ്യാറായി ഇരിക്കുന്നു എന്നാണ് PCR നിന്നും പൂജ പറയുന്നത്. അപ്പോ അനഘയിലേക്ക് പോകാം അല്ലേ? അതെ, പോവാം. അനഘ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഒരു എനർജി ഇല്ലല്ലോ രാവിലെ, എന്ത് പറ്റി? അത് ചിലപ്പോ അനഘ ഇവിടെ നമ്മളുടെ കൂടെ ആഘോഷിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് അങ്ങോട്ട് പോയത്. അതിന്റെ വിഷമത്തിലായിരിക്കും അല്ലേ അനഘ? അനഘ ആരും തെറ്റിദ്ധരിക്കരുത്, നല്ല എനർജിയിലാണ് അനഘ. എനിക്ക് തോന്നുന്നു ഈ മുല്ലക്കൽ ക്ഷേത്രത്തിന്റെ പരിസരത്താണോ നിൽക്കുന്നത്? അല്ല ആര്യ, നമ്മൾ ഈ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോ അനഘ ഇതിന് മുൻപ് പോയിട്ടുണ്ടോ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തില്? ഇല്ല ആര്യ, ഇതുവഴി പോയിട്ടുണ്ട് പല ന്യൂസിന്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷെ ക്ഷേത്രത്തിൽ ഇന്ന് ഈ ഓണ ദിവസമാണ് വരാൻ സാധിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ എങ്ങനെയാണ്, തിരക്കുണ്ടോ? അതുപോലെ അമ്പലപ്പുഴ പായസമാണല്ലോ അവിടെ ഫേമസ് ആയിട്ടുള്ളത്. അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണോ? ഇന്ന് രാവിലെ മുതൽ ഇവിടെ വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ അമ്പലപ്പുഴക്കാരെ സംബന്ധിച്ച് ഈ എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടാകുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് മടങ്ങുക എന്നത് ഇവിടുത്തുകാരുടെ ഒരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഓണ ദിവസവും അവരാരും അത് തെറ്റിച്ചിട്ടില്ല. രാവിലെ ഒരു 5 മണി മുതൽ തന്നെ ഇവിടെ വലിയ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവർക്കും വീട്ടിലെത്തി തൊഴുത് മടങ്ങി വീട്ടിലെത്തിയ ശേഷമാണ് ഈ അത്തപ്പൂക്കളമൊക്കെ ഇടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചെറിയ രീതിയിലൊരു തിരക്ക് കുറവുണ്ട്. എന്തായാലും ഈ ആലപ്പുഴയിലെ ഒരു ഓണം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഈ ആളുകളൊക്കെ തന്നെ ഈ കുടുംബ വീട്ടുകളിൽ പോകും, അവിടെ നിന്ന് തിരിച്ചു വരും. ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കട പോലും തുറന്നിട്ടില്ല. കാരണം എല്ലാവരും വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ അത്തപ്പൂക്കളം ഒരുക്കുന്ന തിരക്കിലാണ്. പുത്തൻ ഉടുപ്പിട്ട് കുട്ടികളുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക എല്ലാ രീതിയിലും ഒരു പ്രത്യേക ഓണം വൈബാണ് ഇവിടെയുള്ളത്. മോളെ, ഓണക്കോടിയൊക്കെ വാങ്ങിച്ചോ? ഇതാ ഓണക്കോടിയാണോ? ആണോ? എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറയാമോ? ഹാപ്പി ഓണം. ഓണം കുഴപ്പമില്ലാതെ നടക്കുന്നു. ഈ ഉച്ചക്കത്തേക്കുള്ള സദ്യന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയോ? ഇനി പോയിട്ട് വേണം തയ്യാറാക്കാൻ. നന്നായിട്ട് പോകുന്നു. ഈ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയോ? ഇല്ല, ഇനി ചെന്നിട്ട് വേണം. ആദ്യം ഇവിടെയാണ്. ഓക്കെ, കണ്ടോ എല്ലാവരും പറയുന്നതേ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് മടങ്ങിയതിന് ശേഷമാണ് ഈ പൂക്കളിടുന്നതും സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതുമൊക്കെ. ഈ ആര്യ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ട മറ്റൊരു കാര്യം, ഇന്ന് പൂക്കൾക്കൊക്കെ വില കുറവാണ്. അതായത് ഇടുന്ന പൂക്കൾക്കൊക്കെ വില കുറവാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ മുല്ലപ്പൂവിന് വലിയ തീ പിടിച്ച ഒരു വിലയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് ആളുകളൊക്കെ സാരിയൊക്കെ ഉടുത്ത് നല്ല മലയാളി മങ്കയന്മാരായിട്ട് അമ്പലത്തിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇവർ പൂ വാങ്ങും. അതുകൊണ്ട് തന്നെ മുല്ലപ്പൂവിന് നല്ല വിലയാണ്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുരിയ, ഈ നിലവിൽ ഈ ഭാഗത്തേക്കൊക്കെ മുല്ലപ്പൂവിന് വിലയാണെന്ന് പറയുമ്പോൾ മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇന്നത്തെ ദിവസം മുല്ലപ്പൂ ഇല്ലാതെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ അനഘ? അതെ, ഇന്ന് എല്ലാം ഓണം ഒന്ന് പൂർണ്ണമാവണമെങ്കിൽ മുല്ലപ്പൂ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും വില. ഈ നിങ്ങളുടെയൊക്കെ ഓണാഘോഷം എവിടെ വരെ എത്തി? ഞങ്ങളൊക്കെ നല്ല തകർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്ലോറിൽ തന്നെയാണ് ഞങ്ങളുടെ ഓണാഘോഷം. എന്തായാലും ആലപ്പുഴയിലെ ആഘോഷത്തിൽ പങ്കുചേരുക, അങ്ങ് പൊടി പൊടിക്കുക, കളറാക്കുക. അതെ, ഞങ്ങൾ ഇവിടെ നിന്നും കളറാക്കിക്കോളാം.